BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ പൊതുജീവിതത്തിലേക്ക്. ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 178 വീടുകളുടെ താക്കോൽ മുഖ്യമന്ത്രി അർഹതപ്പെട്ടവർക്ക് കൈമാറി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടന വേദിയിൽ MLA വേദിയിലിരുത്തി റവന്യൂ മന്ത്രിയുടെ പരിഹാസം. ഞങ്ങൾ കല്ല് മാത്രം ഇട്ടു പോകുന്നവരല്ല, കല്ലിനു മേലെ കല്ല് വെക്കും എന്നായിരുന്നു മന്ത്രി കെ രാജന്റെ പരാമർശം. ടി സിദ്ദീഖ് MLA വേദിയിൽ സന്നിധനായിരുന്നു. വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടന ചടങ്ങിലുണ്ടായ കൂവൽ മനോവിഷമമുണ്ടാക്കിയെന്ന ടി സിദ്ദീഖ് MLA. കൂവൽ ആസൂത്രിതമാണെന്ന സംശയമുണ്ട്. ദുരന്തത്തിന് ഇരയായ ഒരാൾ പോലും തനിക്കെതിരെ അസ്വസ്ഥതയുടെ ശബ്ദമുണ്ടാക്കിയിട്ടില്ലെന്ന് MLA പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം 2 ഘട്ടമായി. ഇതിൽ ആദ്യഘട്ട പട്ടിക തയ്യാറാക്കി സംസ്ഥാന നേതൃത്വം ഡൽഹിക്ക് പോയി. സിറ്റിംഗ് MLA-മാരും മത്സരിക്കാൻ ഉറപ്പുള്ള മുതിർന്ന നേതാക്കളും കഴിഞ്ഞ തവണ മത്സരിച്ച് നേരിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടവരും ഉൾപ്പെട്ട പട്ടികയാണ് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയത്. തിരുവനന്തപുരം പാളയം പള്ളി ഇമാമിനെ പുകഴ്ത്തി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. പാളയം ഇമാം ഷുഹൈബ് മൗലവിയുടെ ഈ വാക്കുകൾ അമ്മമാർ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നുവെന്ന ശോഭാ ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം ഇമാമിന്റെ പ്രസംഗം വൈറലായിരുന്നു. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് വിളിച്ച വിവിധ ക്രിസ്ത്യൻ സഭാ പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. വൈക്കം മുൻ MLA-യും മുതിർന്ന CPI നേതാവുമായ K അജിത്ത് BJP-യിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJP അംഗത്വം നൽകി. BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ വെച്ചായിരുന്നു സ്വീകരണ പരിപാടി. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ഗ്രേഡ് SI വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഗ്രേഡ് SI ഹരികുമാറാണ് മരിച്ചത്. തൃക്കുന്നപ്പുഴ ക്ഷേത്രോത്സവത്തിനിടെ ഗുണ്ടകൾ തോക്ക് ചൂണ്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ ഹരികുമാറിന് മെമ്മോ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ആറ്റുകാൽ പൊങ്കാലയ്ക്കും നഗരവാസികൾക്കും കുടിവെള്ളം മുട്ടിക്കുന്ന പിണറായി സർക്കാരിനെതിരെ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ കുടം തലയിൽ കമഴ്ത്തി കുത്തിയിരിപ്പ് സമരം നടത്തി. തിരുവനന്തപുരത്ത് റോഡിൽ ആര്യ രാജേന്ദ്രനുമായി വാക്കേറ്റമുണ്ടാക്കിയ KSRTC ബസ് ഡ്രൈവർ യദു കൃഷ്ണനെ പുറത്താക്കാനുള്ള കാരണം വെളിപ്പെടുത്തി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല യദുവിനെ പുറത്താക്കാൻ കാരണമെന്നും യദു താൽക്കാലിക ഡ്രൈവറായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹെൽപ്പ് ഡെസ്കിലേക്ക് 381 കോളുകൾ ലഭിച്ചെന്ന് നോർക്ക. വിദേശത്ത് നിന്ന് 137 പേർ ബന്ധപ്പെട്ടു. വിമാന സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ തേടിക്കൊണ്ടാണ് കൂടുതൽ കോളുകളും എത്തിയത്. പശ്ചിമേഷ്യയിൽ ഇറാൻ-ഇസ്രായേൽ സംഘർഷമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷ മേഖലയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണം, ആവശ്യമെങ്കിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. 10, 12 ക്ലാസുകളിലെ നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചതായി CBSE അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. സാഹചര്യം വിലയിരുത്തി തുടർ തീരുമാനം എടുക്കുമെന്ന് CBSE അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സ്ഫോടക വസ്തു നിർമ്മാണ യൂണിറ്റിൽ ഞായറാഴ്ചയുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 17 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. രാവിലെയാണ് അപകടമുണ്ടായത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 16 വിമാനങ്ങൾ കൂടിയാണ് റദ്ദാക്കിയത്. ദുബായ്, സലാല, ദോഹ, അബുദാബി, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ഇറാൻ. പരമോന്നത നേതാവിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫ്രാൻസ് ന്യൂസ് ഏജൻസി ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഖമനിയെ വധിച്ചെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യം ഇറാനും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. മധ്യപൂർവേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തര യോഗം ചേർന്ന UN രക്ഷാസമിതി. സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. അടിയന്തര ഇടപെടലുകളുമായി യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തി. ഇറാൻ, ഇസ്രായേൽ വിദേശകാര്യമന്ത്രിമാരെ ഇന്ത്യ ആശങ്കയറിയിച്ചു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊല്ലപ്പെട്ടതിന്റെയും ഇറാൻ തിരിച്ചടി ആരംഭിച്ചതിന്റെയും പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്കുള്ള അടിയന്തര ദേശീയ മുന്നറിയിപ്പ് പുതുക്കി ഖത്തർ. നിലവിലുള്ള സാഹചര്യത്തിൽ മാറ്റമുണ്ടാകുന്നവരെ ജനങ്ങൾ വീടുകളിലോ സുരക്ഷിത കേന്ദ്രങ്ങളിലോ തുടരണമെന്നും അത്യാവശ്യ ഘട്ടങ്ങളില്ലാതെ പുറത്തേക്ക് പോകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണങ്ങൾക്ക് പിന്നാലെ US നാവികസേനയ്ക്ക് നേരെ കടുത്ത താക്കീതുമായി മുൻ IRGC കമാൻഡർ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനുമായ മോഹസിൻ റസായി.
പേർഷ്യൻ ഗൾഫുകളിലേക്ക് ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനെയും പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുന്നതിനിടെ ഇറാനിനെതിരെ വീണ്ടും ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംയുക്ത ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ ആസൂത്രിത നീക്കങ്ങളുമായി മുന്നോട്ട് വന്നാൽ ഇതുവരെ കാണാത്ത കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ വധിച്ചതിൽ പാകിസ്ഥാനിലും പ്രതിഷേധം. കറാച്ചിയിൽ അമേരിക്കൻ കോൺസുലേറ്ററിന് പ്രതിഷേധക്കാർ തീയിട്ടു. പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഈ വർഷം അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്ത ആതിഥ്യം വഹിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൽ നിന്ന് ഇറാൻ പിന്മാറാൻ ഒരുങ്ങുന്നു. ഇറാനെതിരെ അമേരിക്ക സൈനിക നീക്കം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് മെഹദി താജ് രാജ്യം ലോകകപ്പിൽ നിന്ന് വിട്ടുനിന്നേക്കുമെന്ന സൂചന നൽകിയത്. ദേവനന്ദയും ധ്യാനും ഒന്നിക്കുന്ന പുതിയ ചിത്രം കല്യാണമരം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. ചിത്രം ഈ മാസം തിയേറ്ററുകളിലെത്തും. മീര വാസുദേവ്, ആതിര പട്ടേൽ, ദേവനന്ദ ജിവിൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മറിയം സിനിമാസിന്റെ ബാനറിൽ രാജേഷ് അമനക്കര ഒരുക്കുന്ന ഫാമിലി എന്റർടൈൻമെന്റാണ് കല്യാണമരം. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ കത്തിക്കയറി സ്വർണ്ണവില. രാജ്യാന്തര വിപണി അവധിയായ ഞായറാഴ്ചയും കുതിച്ചുപാഞ്ഞ സ്വർണ്ണവില 2 തവണയായി ഗ്രാമിന് 365 രൂപയും പവന് 5240 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 15465 രൂപയിലും പവന് 1,23,720 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടെ ന്യൂസ് അറ്റ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.